ഓക്കെ. ഡോക്ടർ സെൻകുമാർ, കേരളത്തിലെ പ്രമുഖ ബിൽഡേഴ്സായ അസറ്റ് ഹോംസിലും അതുപോലെ ഫേവറേറ്റ് ഹോംസിലും കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലും ഒരേ സമയത്താണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയത്. 1.5 മാസം മുമ്പ് അഡ്വക്കേറ്റ് സി പത്മനാഭൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അന്ന് റെയ്ഡായിരുന്നില്ല. ഈ പ്രൊഹിബിറ്ററി ഓർഡർ അത് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോൾ ഈ അസറ്റ് ഹോംസിൻ്റെയും അതുപോലെ ഫേവറേറ്റ് ഹോംസിൻ്റെയും ഉടമകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ ഡോക്ടർ CJ റോയിയുടെ ആത്മഹത്യക്ക് തക്കതായ കാരണങ്ങളുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിൽ എന്താണ് അദ്ദേഹം എഴുതി വെച്ചതെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ അദ്ദേഹം കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. തൻ്റെ തുടർന്നുള്ള ഈ ബിസിനസ് ആര് കൊണ്ടുപോകണം അതൊക്കെ ചില സൂചനകളൊക്കെ നൽകുന്നുണ്ട്. എന്തായാലും ഡോക്ടർ CJ റോയിയെ ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം അകാരണമായി ആശങ്കപ്പെട്ടിരുന്നു. പല അസ്വസ്ഥതകളും പ്രകടിപ്പിച്ചിരുന്നു. മരണത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ ഇൻകം ടാക്സ് റെയ്ഡിലൂടെ ഒരുപക്ഷെ ആരും അറിയാത്ത ചില കാര്യങ്ങളൊക്കെ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഈ ഏജൻസി അന്വേഷിച്ച് മറ്റ് ചില ഏജൻസികൾക്ക് ചിലപ്പോൾ ആ വിവരങ്ങൾ കൈമാറിയേക്കാം തുടങ്ങിയ ചില ആശങ്കകളുടെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. നേരത്തെ പറഞ്ഞതുപോലെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്ക് ഒരാളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയക്കാനുള്ള അധികാരമൊന്നുമില്ല. മാത്രമല്ല, ഒരുപാട് വേദികളുണ്ട്. ഇതിനെ അപ്പീൽ പോകാം, ചോദ്യം ചെയ്യാം, കോടതിയിൽ പോകാം, എല്ലാം കിടക്കുന്നു. അതൊക്കെ വലിയ സമയമെടുക്കുന്ന നടപടിക്രമങ്ങളാണ്. അതൊക്കെ മുമ്പിൽ ഉണ്ടെന്നിരിക്കെ ഒരു വ്യവസായിയുടെ, അതും അദ്ദേഹം ഒരു സാധാരണക്കാരനായിട്ട് വന്ന പിന്നെ ജീവിതത്തിൻ്റെ ഉന്നതങ്ങളിലെത്തിയ ഒരു വ്യവസായിയാണ്. അപ്പോൾ അത്രയും കോൺഫിഡൻസ് ഉള്ള ഒരാളുടെ ആ കോൺഫിഡൻസ് അത് പെട്ടെന്ന് നഷ്ടപ്പെട്ട് പോകുമോ ഇങ്ങനെ ഒരു പരിശോധനയിലൂടെ? ഇത് നമ്മൾ ആദ്യം, അദ്ദേഹം വ്യവസായിയല്ല, ഇൻഡസ്ട്രിയലിസ്റ്റ് അല്ല, അദ്ദേഹം ഹീസ് എ ബിൽഡർ. ഓക്കെ. മറ്റ് വ്യവസായങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് അറിവില്ല. ഹീസ് എ ബിൽഡർ, ബേസിക്കലി എ ബിൽഡർ, ബിൽഡിംഗ് ഗ്രൂപ്പാണത്. നേരത്തെ പറഞ്ഞ പോലെ അസറ്റ് ഹോംസൊക്കെ പോലുള്ള ബിൽഡിംഗ് ഗ്രൂപ്പ്സാണ്. ആ രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കുറേ പ്രോജക്ട്സ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമ്പോൾ അവിടേക്ക് വരുന്ന തുകകൾ ഇപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ ഇന്ത്യയിൽ ഒരു 300 കോടി രൂപ കാണിക്കുന്നു ഇന്ത്യയിൽ കൊടുക്കുന്ന തുകയായിട്ട്. ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കുന്നത് 300 കോടി രൂപയ്ക്കോ അല്ലെങ്കിൽ 500 കോടി രൂപയ്ക്കോ 1000 കോടി രൂപയ്ക്കോ ആണെന്ന് വെച്ചോളൂ. പക്ഷെ അതിലേലും വലിയ തുകകൾ ഗൾഫിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യമൊന്നും അത് പിടിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ 2025 മുതൽ ഇന്ത്യ UAE കരാറിൻ്റെയൊക്കെ ഭാഗമായിട്ട് അത് കർശനമായിട്ട് അവർ പരിശോധിക്കുന്നുണ്ട്. അതായത് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇന്ത്യക്കാർ ഇവിടുന്ന് ഇപ്പോൾ ഈ പറയുന്ന ടാക്സ് അടച്ച പണമാണോ, അതിൽ ബാക്കി ഉണ്ടാകുന്ന പണമാണോ, അല്ലെങ്കിൽ ലോൺ എടുക്കുന്ന ബാക്കിയുള്ള പണമാണോ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതോ ഇവിടുന്ന് ഈ പറയുന്ന കള്ള പ്രവർത്തനങ്ങൾ വഴി അവിടേക്ക് എത്തിച്ച് ആ പണം അവിടെ വെളുപ്പിക്കാനുള്ള ശ്രമമാണോ നടത്തുന്നത്. അപ്പോൾ അത് നമ്മൾ ഇനി ആദായ നികുതി വകുപ്പിൻ്റെ അന്വേഷണത്തിൽ കൂടി പറയാൻ പറ്റുള്ളൂ. എത്ര കോടി രൂപ ഇവിടെ ഉണ്ടായിരുന്നു, നികുതി അടച്ചിരുന്നു, എത്ര കോടി രൂപയുടെ ട്രാൻസാക്ഷൻസാണ് ഈ കമ്പനിക്ക് ഉണ്ടായിരുന്നത്, അതിലും എത്ര കോടി രൂപ അനധികൃതമായിട്ടോ അല്ലാതെയോ ഗൾഫിൽ കണ്ടെത്തി എന്നുള്ളത് അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. അത് പോലീസ് അന്വേഷിക്കുമെന്ന് എനിക്കറിയില്ല. അത് ഇപ്പോഴും ആദായ നികുതി വകുപ്പിൻ്റെ തന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടെത്തേണ്ടത്. പിന്നെ ഒരാൾ സൂയിസൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഡോക്ടർ ജയരാജ് പറഞ്ഞ പോലെ അത് ശരിയാണ്, ഒരു സ്പർ ഓഫ് ദ മൊമെൻ്റ് ആണ് അത് സംഭവിക്കുന്നത്. പക്ഷെ അതിലേക്ക് കുറച്ച് നാളായിട്ട് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത്, ഒരു സൈക്യാട്രിക് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2-3 മാസം കൊണ്ട് ഒരാൾക്ക് ഒരു സൂയിസൈഡിലേക്ക് എത്താൻ പറ്റും. കാരണം മറ്റാരും ഓടും പറയാനില്ല, ഏതെങ്കിലും സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, അങ്ങനെയുള്ള കാര്യങ്ങളും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എന്താണ് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് അത് രക്ഷപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രോഫിറ്റിലാണോ പോകുന്നത്, നഷ്ടത്തിലാണോ പോകുന്നത്, ആ നഷ്ടം, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള നഷ്ടം ഇന്ത്യയിലുള്ള കമ്പനിയെ തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിലാണോ പോകുന്നത്. ഇത്രയും എന്താണ് പറയുന്നത്, വളരെ പ്രൗഢിയിൽ ജീവിച്ച താൻ ഇനി
അല്ലാതെ ഒരു ജീവിതത്തിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളതൊക്കെ കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് അല്ല, അദ്ദേഹം assume തന്നെ ചെയ്യാൻ- പറഞ്ഞ സീറോ ഡെപ്റ്റ് ആണെന്നാണ്. അല്ല, സീറോ ഡെപ്റ്റ് ഇപ്പോഴായിരിക്കാം, പക്ഷേ ഈ പുറത്തുള്ള ബിസിനസ്സിൽ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന കാര്യം വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് ഇദ്ദേഹം 2003 ശേഷം ഉയർന്നു വന്നത് എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ പുറത്ത് വരുന്നുണ്ട്. ഏത് വിധത്തിലാണ് അത് ഉയർന്നു വന്നതെന്നുള്ളതൊക്കെ. കാരണം നമ്മൾ സാധാരണ കാണുന്നത് ഒരു ഇൻഡസ്ട്രിയൽ ഫാമിലി 3-4 ജനറേഷൻ കൊണ്ടാണ് വലുതായി വരുന്നത്. ഇപ്പോൾ അംബാനിയുടെ ഫാമിലിയൊക്കെ നമുക്ക് കാണാൻ ഏകദേശം 2-2.5 ജനറേഷൻ കൊണ്ടാണ് ഇത്രയും വലുതായിട്ട് വന്നത്. അപ്പോൾ അങ്ങനെ ഈ പെട്ടെന്ന് വലുതായിട്ട് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് എല്ലാം ശരിയായിട്ടുള്ള നടപടികളിൽ കൂടിയായിരുന്നു. അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇനി അതിൽ ഉണ്ടാകുന്ന എന്താണ് സ്വന്തമായിട്ട് ഒരു തിരിച്ചറിവുണ്ടായിട്ട് അതിലുണ്ടാകുന്ന വിഷമങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയത്ത് എന്തുകൊണ്ട് ഒരാൾ സൂയിസൈഡ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഒരാൾ ഇതുപോലെ മരിച്ചു. ഞാൻ കേസൊക്കെ അന്വേഷിക്കുന്ന സമയത്ത്, ഞാൻ കൊല്ലം SP ആയിരുന്ന സമയത്താണ് ഒരാൾ ഇതുപോലെ ആത്മഹത്യ മരിച്ചു കഴിഞ്ഞ് നമ്മൾ അത് അന്വേഷിച്ചു. മറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ് ഇസ് എ സൂയിസൈഡ്. ഹോമിസൈഡ് അല്ല, ആക്സിഡൻ്റൽ ഡെത്ത് അല്ല, പിന്നെ നാച്ചുറൽ ഡെത്തും അല്ല. പിന്നെ 4ാമത്തെ വിഭാഗം ദാറ്റ് ഈസ് എ സൂയിസൈഡ് ആണെന്നുള്ളത്. ഇത് ഞാൻ ഗവൺമെൻറ്റിലേക്കൊക്കെ റിപ്പോർട്ട് അയച്ചു കഴിഞ്ഞപ്പോൾ അതിന് റിപ്പോർട്ടൊക്കെ ചോദിച്ചിരുന്നു. അവിടുന്ന് എന്നും ചോദിച്ചുകൊണ്ടിരിക്കും എന്താണ് ഇയാൾ സൂയിസൈഡ് ചെയ്യാനുള്ള കാരണം പറയണം. അപ്പോൾ പല പ്രാവശ്യം ഞാൻ പറഞ്ഞു നമുക്കത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെ ആരോടും ചോദിച്ചിട്ട് പറയുന്നില്ല. അങ്ങനെ ഒരു 7-8ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ അതിന് മറുപടി കൊടുത്തു. ഇനി ഈ സൂയിസൈഡ് ചെയ്ത ആളെ കാണുമ്പോൾ അത് ചോദിച്ച് അതിനുള്ള മറുപടി കൊടുക്കാമെന്ന് ഉത്തരം കൊടുത്തു. അവർ വളരെ രോഷാകുലരായി അന്ന് അത് ഗവൺമെൻറ്റിലേക്കാണെന്ന് ഓർക്കും. പക്ഷേ അന്നത്തെ ഹോം സെക്രട്ടറി അവരോട് ചോദിച്ചു, നിങ്ങൾ അവിടുന്ന് 6-7 പ്രാവശ്യം ഉത്തരം തന്നല്ലോ, ഇത് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധ്യമല്ല. കാരണം ചില കാര്യങ്ങൾ മനസ്സിലുണ്ടാകുന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഒന്നിലും എഴുതി വയ്ക്കണം, സർക്കംസ്റ്റൻഷ്യലായിട്ട് നമുക്ക് പറയാൻ പറ്റും, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരുപക്ഷെ കണ്ടെത്താൻ പറ്റാത്തൊരു കാരണമായിരിക്കാം, അദ്ദേഹത്തിൻ്റെ മാത്രം മനസ്സിലുള്ളൊരു കാര്യമായിരിക്കാം. പക്ഷേ സർക്കംസ്റ്റാൻഷ്യലും അതുപോലെ റെക്കോർഡിക്കലായിട്ടുള്ള എവിഡൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, നഷ്ടം കൊണ്ടാണ്, അല്ലെങ്കിൽ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ്, അതല്ലെങ്കിൽ അസുഖം, ചില ഡിസീസസ് ബാധിക്കുന്നു സൈക്യാട്രിക്, അതുകൊണ്ടാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ കൺക്ലൂഷൻസിലൊന്നും എത്തണ്ട. ആകെയുള്ളത് ഇത് ഒരു എന്താ പറയുന്നത് ഒരു പീഡനം കൊണ്ടല്ല എന്ന കാര്യത്തിൽ മാത്രം നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്താൻ നമുക്ക് സാധിക്കും. പിന്നെ വേറെ ഡോക്ടർ ജയരാജ് പറഞ്ഞത് ശരിയാണ്. ഇത്തരം ഏജൻസികളിൽ അപൂർവമായിട്ടുള്ള കറപ്റ്റഡ് ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കറപ്റ്റഡ് ആൾക്കാരെ പലപ്പോഴും പിരിച്ചുവിടാറൊക്കെ ഉണ്ട്. അല്ലാതെ സർവൈവ് ചെയ്ത് രക്ഷപ്പെട്ടു പോകുന്നവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാ ഏജൻസികളും 100% എല്ലായിടത്തും നമ്മൾ കാണുന്നതാണ്. അതിൽ പെർസെൻറ്റേജിൽ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അവർ ശുദ്ധരാണ്, അവർ വളരെ കൃത്യമായിട്ട് നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നു, അവർ കൈക്കൂലിയൊന്നും വാങ്ങിക്കാത്തവരാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്, നല്ലൊരു വിഭാഗം ആൾക്കാർ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു കൈക്കൂലിയുടെ കാര്യമാണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാകില്ല. കാരണം ഇവരുടെ കയ്യിൽ നിന്നൊക്കെ ധാരാളം ഫണ്ടുകൾ ഈ പൊളിറ്റിക്കൽ ഫണ്ടിങ് കൊടുക്കേണ്ട, അല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അവിടെ ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ, ഏതൊരു ബിസിനസ്സുകാരനും അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത്തരം ഫണ്ടിങ് കൊടുത്തേ പറ്റുള്ളൂ. അത് കൊടുക്കാതെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ലോകത്ത് എവിടെയാണെങ്കിലും അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കൈക്കൂലിക്കാരൻ ഏതെങ്കിലും കൈക്കൂലി ചോദിച്ചോ എന്നുള്ളതുകൊണ്ട് അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു കൺക്ലൂഷനിലേക്കും പോകേണ്ട ആവശ്യമില്ല. പോലീസിൻ്റെ കേസ് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അതുപോലെ ആദായ നികുതിയുടെ കേസ് ഇനിയും കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അത് കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. അത് ഇതുകൊണ്ട് നിർത്തിവെക്കാനായിട്ട് സാധിക്കില്ല. അത് നിർത്തിവെക്കാനാണ് ശ്രമമെങ്കിൽ അത് തെറ്റാണ്. എനിക്ക് തോന്നുന്നു കോടതികളും അത് സമ്മതിക്കുന്ന, ഇതിനു മുമ്പ് ഒരു കേസിൽ ഇതുപോലെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, കോടതികൾ അങ്ങനെ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഇത് ഒരു ഏജൻസിയുടെ സമ്മർദ്ദം കൊണ്ടോ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യം കൊണ്ടായിരിക്കില്ല അത് സംഭവിച്ചതെന്ന് ഏകദേശം കൺക്ലൂഡായിട്ട് പറയാൻ പറ്റും. അതിന് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഒന്നും കാണിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. യെസ്